നമ്മുടെ 6th സെമസ്റ്ററിലെ ഇലക്ടീവ് പേപ്പറായുള്ള മെഷീൻ ലേണിംഗ്, ഇതിൻ്റെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത് ബേസിക്സ് ഓഫ് ലീനിയർ ആൾജിബ്ര ഫോർ മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ ഇത് മെഷീൻ ലേണിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ലീനിയർ ആൾജിബ്ര മെത്തേഡ്സ് ഒക്കെ പഠിക്കണം, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളും സ്പേസസൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ഈ ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാത്സിലൊക്കെ പഠിച്ച ടോപ്പിക്കാണ് ലീനിയർ ആൾജിബ്ര അല്ലേ. ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സിൻ്റെ, അതായത് മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതിനകത്ത് ലീനിയർ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. a1x1 പ്ലസ് a2x2 പ്ലസ് a3x3 പ്ലസ് അങ്ങനെ an(xn) = b എന്ന് എഴുതുന്ന ടൈപ്പ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ 5x² പ്ലസ് 3x പ്ലസ് 4 = 0 അല്ലേ. ഇതൊരു ലീനിയർ ആൾജിബ്ര ഇക്വേഷനാണ്, അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷനാണെന്ന് പറയാൻ പറ്റും. അപ്പം ഇതിന് നമുക്ക് വെക്റ്റർ നൊട്ടേഷനിലൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. അതെങ്ങനെ എഴുതുന്നത്? വെക്റ്റർ നൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ a1ഉം x1ഉം ആണല്ലോ അല്ലേ. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്, a⁻t x ആണ്. സോ a⁻x = b എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെക്റ്റർ നൊട്ടേഷനിൽ എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് x എന്ന് വിളിക്കും. അപ്പോൾ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ജോമെട്രിയാണ്. ഓരോ ഒബ്ജക്റ്റുകളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾക്ക് ലൈൻസ്, അതുപോലെ പ്ലെയിൻ, റൊട്ടേഷൻസ്, ഇത്തരം കാര്യങ്ങളെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെയൊക്കെ നമുക്ക് ഈസിയായിട്ട് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫണ്ടമെൻ്റൽ ജോമെട്രി ബ്രാഞ്ചും കൂടിയാണ് എന്ത്, ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ a1x1 പ്ലസ് എക്സെട്ര an(xn) = b എന്ന് പറഞ്ഞത് ഡിഫൈൻ ചെയ്യുന്നത് പ്ലെയിനെയാണ്. x1, x2 അങ്ങനെ xn വരെയുള്ള ഒരു പ്ലെയിനാണ്, ഒരു സ്പേസിലുള്ള പ്ലെയിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനും ഒക്കെ എന്തുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. ഇനി ലീനിയർ ആൾജിബ്ര ത്രൂ ഔട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെ, അതായത് സ്പേസിലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മാത്രമല്ല, നമ്മുടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ലീനിയർ ആൾജിബ്ര വേണം. അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻപുട്ട് വെക്ടർ കൊടുത്തു, x1, x2 അങ്ങനെ xn വരെ കൊടുത്തു. അപ്പോൾ അതിനെ നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഔട്ട്പുട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലീനിയർ ആൾജിബ്ര യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് സ്കാലാറും വെക്റ്ററും ഒക്കെ. സോ ആദ്യം നമുക്ക് വെക്റ്റർ നോക്കിയിട്ട് സ്കാലാറിലേക്ക് വരാം. അപ്പോൾ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡയമെൻഷനലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒരു അറേ ഓഫ് നമ്പേഴ്സിനെ നമ്മളൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്തതാണ് വെക്റ്റർ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ആ നമ്പറിനൊക്കെ എന്തുണ്ടായിരിക്കും, ഓരോ ഇൻഡെക്സുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ സാധാരണ വെക്റ്റർ എഴുതുന്നത് ലോവർ കേസായിട്ടാണ്. എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇറ്റാലിക്കിൽ ലോവർ കേസിലാണ് എഴുതുന്നത്, സബ്സ്ക്രിപ്റ്റായിട്ട് കൊടുക്കും കേട്ടോ, x1, x2, xn. അപ്പോൾ ഇതുപോലെ ഒരു അറേ ആയിട്ടാണ് നമ്മൾ, അതായത് കമ്പ്യൂട്ടർ സയൻസിൽ എന്ത് ചെയ്യുന്നത്, വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓരോ എലമെൻറ്റും എലമെൻറ്റ് ഈസ് ഇൻ ആർ, ദെൻ എക്സ് ഈസ് ഇൻ Rn എന്നാണ് പറയുക. സോ നമ്മൾ 2 ഡയമെൻഷണൽ അറേ ഓഫ് നമ്പേഴ്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യണതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തും കൂടെ അറിയണം, മെട്രിക്സും കൂടെ അറിയണം. അതിനെയാണ് മെട്രിക്സ് എന്ന് പറയുക അല്ലേ. സോ അതിനൊപ്പം വരുന്ന മറ്റൊരു സംഭവമാണ് സ്കാലാർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. സ്കാലാർ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ നമ്പറാണ്. നമ്മൾ ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ ഈ അറേ ഓഫ് നമ്പേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോവർ കേസിൽ ഇറ്റാലിക് എക്സ് ഒക്കെ ആയിട്ടാണ്. മെട്രിക്സ് ആയിട്ട് വരുന്ന സമയത്ത് മെട്രിക്സ് നമ്മൾ നോർമലി പഠിച്ച പോലെ ഇതുപോലെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ജനറലായിട്ട് പറയുമ്പോൾ a11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, a12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലേ, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇതിന് എത്ര റോ ഉണ്ട്? 2 റോയും 2 കോളും ഉണ്ട്. അപ്പോൾ 2x2 മെട്രിക്സ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ മെട്രിക്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ മാത്സ് ക്ലാസ്സിലൊക്കെ പഠിച്ച അത്രയും കാര്യങ്ങൾ തന്നെ ഓർത്ത് വയ്ക്കാം. ഇനി
നമുക്കൊരു മോർ ദാൻ 2 ആക്സിസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടെൻസർ എന്നാണ് വിളിക്കുക. അതായത് ഇപ്പോൾ റെഡും ഗ്രീനും ബ്ലൂ ആണ് നമ്മുടെ ഇമേജിൽ ഓരോ പിക്സൽസിനെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലേ. റെഡ് ഉണ്ടായിരിക്കും, ഗ്രീൻ ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും. അപ്പോൾ 2 കൂടുതലൊക്കെ വന്നു. അപ്പോൾ മോർ ദാൻ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെക്ടർ അല്ല യൂസ് ചെയ്യുന്ന ടെൻസറാണ്. അപ്പോൾ ടെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഓൺ എ റെഗുലർ ഗ്രിഡ് വിത്ത് വേരിയബിൾ നമ്പർ ഓഫ് ആക്സസ്. ഇനി ടെൻസറിനെ നമ്മളിതേ ഇതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ ബോൾഡായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എലമെൻറ്റ്സ് ഐയും ജെയും കെയും ആണെങ്കിൽ ടെൻസറിനെ പറയുക AIJK എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഒരു ടെൻസർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും, ഐയും ജെയും കെയും ആണ്. അപ്പോൾ റെഡും ഗ്രീനും ബ്ലൂ എന്ന് പറഞ്ഞ പോലെ. ഇനി മെട്രിക്സിലെ മറ്റൊരു കോൺസെപ്റ്റാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെട്രിക്സിൻ്റെ റോസും കോളംസും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. A∩IJ എന്ന് പറഞ്ഞാൽ AJIക്ക് ഈക്വൽ ആയിരിക്കും. ഇത് കണ്ടോ, ഈ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഇതായിരുന്നു ആദ്യത്തെ റോ അല്ലേ, അതിനെന്താക്കി ആദ്യത്തെ കോളാക്കി, ഇതിനെന്ത് ചെയ്തു അടുത്ത കോളാക്കി മാറ്റി. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്, സിംഗിൾ കോളമുള്ള മെട്രിക്സ് ആണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ ലൈനായിട്ട് വേണമെങ്കിൽ എഴുതാൻ പറ്റും. എങ്ങനെ? ട്രാൻസ്പോസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, നോക്കൂ, ഇതിന് ട്രാൻസ്പോസ് ആക്കിയാൽ ഇങ്ങനെയല്ലേ വരുന്നത്. സോ ഇതാണ് നമ്മുടെ മെട്രിക്സ്. അതായത് ഇങ്ങനെ ഒരു റോ മാത്രമാണെങ്കിൽ അതിനെ ഒറ്റ ലൈൻ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ട്രാൻസ്പോസ് ചെയ്താൽ മതി. പിന്നെ സ്കാലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാലാർ ഈസ് എ മെട്രിക്സ് വിത്ത് 1 എലമെൻറ്റ്. സോ A is equal to A ട്രാൻസ്പോസ് എന്ന് പറയാം, ഒറ്റ എലമെൻ്റ് ഉള്ളത്. ഈ മെട്രിക്സിൻ്റെ അഡീഷനൊക്കെ വളരെ ഈസിയാണ്, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ. അതായത് A11ഉം B11ഉം പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ എയും ബിയും സെയിം ഷേപ്പാണ്, അതായത് ഹൈറ്റും വിഡ്ത്തൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ C is equal to A+B. അതായത് CIJ എന്ന് പറഞ്ഞാൽ AIJയും BIJയും തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. നോർമൽ മെട്രിക്സിൽ ഇതേ 1 2 3 4 ഇവിടെ ഉള്ളത് 5 1 3 4 ആണെങ്കിൽ ഈ 1ഉം 5ഉം അല്ലേ നമ്മൾ ആദ്യം പ്ലസ് ചെയ്തിട്ട് ഇവിടെ 6 എന്ന് എഴുതുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതെന്താണ്? A11ഉം ഇതെന്താണ്? B11ഉം ആണ്. ഇതെന്താണ്? C11 ആണ്. സോ C11 എന്ന് പറഞ്ഞാൽ A11ഉം B11ഉം പ്ലസ് ചെയ്തതല്ലേ. ഇനി സ്കാലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ, ഒരു സിംഗിൾ എലമെൻറ്റ്. സോ D is equal to A ഇൻറ്റു മെട്രിക്സ് B + C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? അത് കിട്ടിയതാണ് DIJ എന്ന് പറഞ്ഞത്. സോ ഇതെങ്ങനെ എഴുതാൻ പറ്റും? A ഇൻറ്റു BIJ എലമെൻറ്റ് പ്ലസ് C എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സ്കാലാറാണ്, എയും സിയും ഒക്കെ എന്താണ്? സ്കാലാറാണ്. സോ വെക്റ്റർ അഡീഷൻ നമ്മൾ മെഷീൻ ലേണിങ്ങിൽ എന്താണ് ഈ ഒരു കൺവെൻഷണൽ നൊട്ടേഷൻ യൂസ്ഡ് ഇൻ മെഷീൻ ലേണിംഗ്. കൺവെൻഷണൽ നൊട്ടേഷൻസ്, അതായത് ഈ പറഞ്ഞ A11 B11 മെത്തേഡൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇങ്ങനെ എഴുതുന്നത് ഇപ്പോൾ നോക്കിയേ, C is equal to A+b എന്ന് എഴുതി. അതായത് CIJ is equal to, അപ്പോൾ നമുക്ക് എന്താ എഴുതാം? AIJ + b ആണ്. സോ D അതിനകത്ത് എന്തില്ല? IJ കമ്പോണൻറ്റിൽ ഒറ്റൊന്നുള്ളൂ. അപ്പോൾ BJ എന്നാണ് നമ്മൾ എഴുതുക. ഇതിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണ് വിളിക്കുക. കാരണം വെക്റ്റർ B നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ റോൻ്റെ കൂടി ആഡ് ചെയ്ത് പോവുകയാണ്. മനസ്സിലായോ? ആ ഒരു B ഓരോന്നിൻ്റെ കൂടി ആഡ് ചെയ്ത് പോവുകയാണ്. ഇനി മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് കോളും റോസും ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇക്വേഷൻ. ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നോർമലി ചെയ്യുന്നത് 1 2 3 4 ദെൻ 3 4 2 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1 ഇൻറ്റു 3 ചെയ്യണം, ദെൻ 2 ഇൻറ്റു 2 ചെയ്യണം അല്ലേ, ദെൻ 1 ഇൻറ്റു 4 ചെയ്യണം, 2 ഇൻറ്റു 5 ചെയ്യണം. 1 ഇൻറ്റു 4 4, 2 ഇൻറ്റു 5 10. ഈ ഒരു രീതിയിലല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ ഇക്വേഷനായിട്ട് എഴുതിയിട്ടുള്ളത്.